വായിക്കുമ്പോൾ തന്നെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു ഞങ്ങളുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമായി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കുറവുകളെ പരിഹരിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് പ്രവേശിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കാം. ഈ തിരുജനത്തോടും അടിയനോടും മനസ്സറിയണമേ. അല്പസമയം ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആരാധനയിലൂടെ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ആരാധനയുടെ എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം ആരാധനയിൽ ദൈവത്തിന്റെ വെളിപ്പാട് എന്നുള്ളതാണ്. അപ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന സമൂഹമാണ്. ആരാധനയ്ക്ക് ഒരു നിർവചനം പറയുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായ ഒരു അനുഭവം തന്നെയാണ്. അതിന് കാരണം നമ്മുടെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും ബുദ്ധിക്കും അപ്പുറമാണ് ആരാധനയുടെ മഹത്വം എന്ന് വേദപുസ്തകം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന അനുഭവമാണ്. ഒരു വ്യക്തി തന്റെ സൃഷ്ടിതാവായ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവമാണ് ആരാധനയിലൂടെ സംജാതമാകുന്നത്. നാം ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവവുമായുള്ള ഒരു കൂട്ടായ്മയിൽ ഏർപ്പെടുന്ന ഒരിടമാണ് ദൈവാലയം. ആ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ദൈവിക സാന്നിധ്യത്തെ കുറിച്ച് ഉണർന്ന് നാം ദൈവത്തെ ആരാധിക്കുന്നു. ഒരു വ്യക്തിക്ക് ദൈവത്തിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പ്രിയമുള്ളവരെ ആരാധന. നമ്മെ സൃഷ്ടിച്ച് ഈ അഖിലാണ്ടത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് ഇന്നും പരിപാലിക്കുന്ന ദൈവത്തെ നമുക്ക് മഹത്വീകരിക്കുവാൻ, ആ ദൈവത്തിന് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ആരാധന. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിന് നൽകുവാനുള്ള ഏറ്റവും വിലയേറിയ ഒരു സമ്മാനമായി ഈ ആരാധനയെ കാണുന്നവർ എത്ര പേരുണ്ട്? ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ഞാനത് കണ്ണ് തുറന്നു നോക്കി. അനേക യുവജനങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു, അനേക കുടുംബങ്ങൾ കടന്നു വരുന്നു. വളരെ വിഷമം തോന്നി. കമ്മിറ്റിയിലുള്ളവർ പോലും ആ സമയത്തൊക്കെയാണ് ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണോ നാം ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട ഈ സമ്മാനം സമ്മാനിക്കുന്നത്? പ്രിയമുള്ളവരെ, നാം ഇവിടെ ചിന്തിക്കേണ്ടതായ ചില സത്യങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തെയും തന്നെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലുള്ള സമ്പൂർണമായ സമർപ്പണവും കീഴടങ്ങലുമാണ് ആരാധന. നാം എല്ലായിടവും തല ഉയർത്തി നിൽക്കുന്നവരാണ്. എവിടെയും തല ഉയർത്തി നിൽക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണമായ ഒരു സമർപ്പണം, ദൈവമുമ്പാകെ കീഴടങ്ങുന്ന, വിനയപ്പെടുന്ന
താഴ്മയുടെ ഭാവം ധരിക്കുന്ന ഒരു അനുഭവമാണ് ഒരു ആരാധനയ്ക്ക് കടന്നു വരുന്ന ആരാധകന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതായ മനോഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരാധന എന്ന് പറയുന്നത് കേവലം ഉപരിപ്ലവമായ അധര ജൽപ്പനങ്ങളല്ല. പിന്നെയോ ആരാധകന്റെ ഹൃദയത്തിൽ തുടങ്ങി ആരാധ്യനായ ദൈവസന്നിധിയോളം എത്തുന്ന ഒരു തീർത്ഥയാത്രയാണ് ആരാധന എന്ന് പറയുന്നത്. അത് ഓടി വന്ന് ചുറ്റുമിരിക്കുന്നവർ അലോസരപ്പെടുത്തി അതിനകത്തോട്ടൊന്ന് തള്ളിക്കയറി ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന അനുഭവമോ എങ്ങനെയെങ്കിലും ആരാധിക്കാം എന്നുള്ള ചിന്തയോ തോന്നുമ്പോൾ കയറി വരാമെന്നുള്ളതായ മനോഭാവമോ അല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന് നൽകുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം, ദൈവസന്നിധിയിലുള്ള സമ്പൂർണ്ണ കീഴടങ്ങൽ, സമ്പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ആരാധകന്റെ ഹൃദയത്തിൽ തുടങ്ങി ആരാധ്യനായ ദൈവത്തിന്റെ സന്നിധിയോളം എത്തുന്ന ഒരു തീർത്ഥാടനമാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാളുകളിൽ ചില ചിന്തകളും ചോദ്യങ്ങളും ഉയർന്നു വരുന്നത് സർവ്വസാധാരണമാണ്. എന്തിന് ദൈവാലയത്തിൽ പോകണം? ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നാലും സോഷ്യൽ മീഡിയയുടെയും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമല്ലോ. പിന്നെ എന്തിനാണ് ദൈവാലയത്തിലേക്ക് കടന്നുപോയി വിലപ്പെട്ട സമയങ്ങൾ പാഴാക്കുന്നത് എന്നുള്ളതായ ചോദ്യങ്ങൾ ഈ നാളുകളിൽ ശക്തി പ്രാപിച്ചു വരുന്നതും നമ്മുടെ യുവജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്നതും ഒരു പക്ഷേങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലും ഇങ്ങനെയുള്ള ചിന്തകൾ ഉയർന്നു വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ എന്നെ ഞാനാക്കുന്ന ചില ഇടങ്ങളുണ്ട് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. നമ്മുടെ ഭവനം എന്ന് പറയുന്നത് അപ്പനും അമ്മയും മക്കളും ചേരുന്ന ഒരു ഇടം. ആ ഇടത്തിന് അതിൻ്റെതായ പവിത്രതയും പരിശുദ്ധിയും ഉണ്ട്. അങ്ങനെയുള്ള ഭവനങ്ങളാണ് കുടുംബങ്ങളായി രൂപാന്തരപ്പെടുന്നത്. ആ കുടുംബ ബന്ധത്തിനാണ് ശക്തിയുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ട് ദൈവത്തെ ആരാധിക്കാൻ വേർതിരിക്കപ്പെട്ട വിശുദ്ധ ഇടമാണ് ആരാധനയിടം അഥവാ ആലയം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണ് ദൈവാലയം. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഇടമാണ് ആരാധനാലയം. ആരാധനകളിലൂടെയാണ് നമുക്ക് ദൈവിക വെളിപ്പാടുകൾ ലഭിക്കുന്നത്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ തിരിയുന്നില്ല. ദൈവം തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഇടമാണ് പ്രിയമുള്ളവരെ ആരാധനയിടം. അപ്പോൾ ദൈവാലയത്തിന് അതിൻ്റെതായ പവിത്രതയും പരിശുദ്ധിയുമുണ്ട്. ദൈവാലയം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഇടം. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. വളരെ സന്തോഷത്തോടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ നാടുകളിൽ നമ്മുടെ സഭയിലെ ജനങ്ങളെല്ലാം ഒരുമനപ്പെട്ട് അത് ദൈവത്തെ ആരാധിക്കുകയാണ്. ഐക്യതയുടെ ഒരു അനുഭവം. കഴിഞ്ഞ പൊതുസഭായോഗം അതിലൂടെ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ, അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതും സഭയുടെ ഐക്യതയും പരിപാവനതയും പരിശുദ്ധിയുമാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവാലയം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഇടം. എവിടെയെങ്കിലും ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതല്ല. ഇന്ന് നാം പാഠമായി വായിച്ച സുവിശേഷ വേദഭാഗത്തിൽ ദൈവം വീണ്ടും കർത്താവായ യേശുക്രിസ്തു വീണ്ടും ദൈവാലയത്തിൽ ചെന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവാലയം എന്ന് പറയുന്നത് ആരാധിക്കുവാനുള്ള ഇടമാണ്. നമുക്ക് എല്ലാറ്റിനും അതിൻ്റെതായ ഇടങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായ വിദ്യാലയങ്ങളുണ്ട്. എന്റർടൈൻമെന്റുകൾക്ക് അതിൻ്റെതായ ഇടങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് തൊഴിലിടങ്ങളുണ്ട്. പാർക്കുവാനുള്ള ഇടങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേർതിരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ഇടമാണ് ദൈവാലയം. അങ്ങനെയുള്ള ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ് ദൈവഭക്തർ.
അങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. നാം ഇന്ന് പാഠമായി വായിച്ച രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ശലോമോന്റെ ഒരു പ്രസ്താവന ഉണ്ട്. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടക്കുന്നത് എങ്ങനെ? അതെ, ഇവിടെ ശലോമോന്റെ ഒരു ആത്മകഥമാണ്. അതെ, സ്വർഗാദി സ്വർഗങ്ങളിൽ ഒതുങ്ങാത്ത സർവശക്തനായ ദൈവത്തെ ഒരു ആലയത്തിൽ അടക്കുവാനായിട്ട് കഴിയുമോ? മനുഷ്യന്റെ കൈപ്പണിയായിരിക്കുന്ന ആലയങ്ങളിൽ ദൈവത്തെ അടക്കുവാനായി കഴിയുകയില്ല എന്ന് ഇവിടെ ശലോമോൻ ദൈവസന്നിധിയിൽ പറയുമ്പോൾ, ഇവിടെ ദൈവം പ്രത്യുത്തരമായി പറയുന്ന ഒരു ഭാഗമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ എന്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനകളും ഞാൻ കേട്ട് നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ കണ്ണും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. പ്രിയമുള്ളവരെ, ദൈവാലയം എന്ന് പറയുന്നത് നാം ഇവിടെ ചിന്തിക്കണം. യഹോവയാകുന്ന ദൈവം അരുളി ചെയ്യുന്നു, എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഇടം, എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. അപ്പോൾ ദൈവത്തിന്റെ നാമത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവാലയത്തിൽ ദൈവത്തിന്റെ കണ്ണും ഹൃദയവും ഇരിക്കുന്ന ഇടത്തിൽ നാം ദൈവത്തെ ആരാധിക്കണം. ദൈവസൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തെ നോക്കി യഹോവയാകുന്ന ദൈവം പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തകർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനുള്ള ദൈവജനമാണ് ഞാൻ നിങ്ങളും. ഇവിടെ ശലോമോൻ ദൈവാലയം സമർപ്പിക്കുമ്പോൾ ദൈവാലയത്തിൽ ദൈവത്തോട് പറയുന്നത്, ദൈവമേ, അവിടുന്ന് ഈ ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ നീ അടക്കുന്നത് എങ്ങനെ? അവിടെ ദൈവത്തിന്റെ പ്രത്യുത്തരം, എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണും എന്റെ ഹൃദയവും എപ്പോഴും അവിടെ ഇരിക്കും. അപ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ട ഇടം എന്ന് പറയുന്നത് ദൈവാലയം തന്നെയാണ്. ആ ദൈവാലയം ദൈവനാമത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഇടം. ദൈവത്തിന്റെ കണ്ണും ഹൃദയവും അവിടെ ഇരിക്കുന്നു എന്നാകുന്നു ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ശലോമോനോട് ദൈവം വീണ്ടും പറയുന്നു, ഈ സ്ഥലത്ത് നീ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് എന്റെ ഹൃദയം എപ്പോഴും എന്റെ ചെവി എപ്പോഴും തുറന്നിരിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുവാനുള്ള ഇടമാണ് ദൈവാലയം. നാം എന്തിനു ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ഒരു ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ദൈവം ഈ സകല ചരാചരങ്ങളെയും ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തെയും ദൈവത്തിന്റെ ശബ്ദത്താൽ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ആ മനുഷ്യനോടൊപ്പം വസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ദൈവം ഈ മനുഷ്യന്റെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി നിർമ്മിച്ചു. ഈ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാൻ കടമപ്പെട്ടവനാണ്. അങ്ങനെ ദൈവത്തെ ആരാധിക്കുവാനായി വേർതിരിക്കപ്പെട്ട ഇടമാണ് ദൈവാലയം. ഈ ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഇന്ന് സമയമുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്കിന്ന് സമയമുണ്ടോ? ദൈവത്തെ ആരാധിക്കുവാൻ ഒഴികഴിവുകൾ പറയുന്ന ആധുനിക ക്രിസ്തീയ സമൂഹം ഒരു കാലഘട്ടത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരുന്നു. അന്ന് ദൈവാലയങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു കണ്ണുനീരോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവാലയങ്ങൾ കണ്ണുനീരുകൾ കൊണ്ട് നിറഞ്ഞു ഹൃദയവേദനയോടുകൂടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ പൂർവികർ. ആ ആരാധന ഇടങ്ങളിൽ നിന്ന് ഉയർന്നതായ നിലവിളികളും കരച്ചിലുകളും ഹൃദയംഗമായ ആരാധനകളും
ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയുടെ യാഗമായി ദൈവം അംഗീകരിച്ചു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിച്ചു. സമൂഹത്തിൽ മറ്റുള്ളവരോടൊപ്പമോ അവരെക്കാൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുവാൻ അവകാശം നൽകി. അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ നൽകി, തൊഴിലിടങ്ങൾ നൽകി, കുടുംബജീവിതങ്ങൾ നൽകി, തലമുറകൾ നൽകി, തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസങ്ങൾ നൽകി. എല്ലാം നൽകിയപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ സമയമില്ല. ആരാധിക്കുവാൻ ഒരു കഴിവുകൾ പറയുന്ന ദൈവജനം വളരെ അവകാശത്തോടെ പറയുകയാണ്, എനിക്ക് ജോലിക്ക് പോകണം. പ്രിയമുള്ളവരെ, ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ ജീവന്റെ തുടുപ്പും ആരോഗ്യമുള്ള ഒരു അനുഭവവും ദൈവം തന്നില്ല എങ്കിൽ എവിടെ ജോലിക്ക് പോകും? 6 ദിവസം അധ്വാനിച്ചതിന്റെ വേദമൊക്കെയും ചെയ്യുക. 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ആരാധനയിലൂടെ നാം അനുഭവിക്കേണ്ട ചില അനുഗ്രഹങ്ങളുണ്ട്. ഒന്നാമത്, ആരാധനയിലൂടെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നുള്ളതാണ്. ആരാധനയിലൂടെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. ഒരു കാലഘട്ടത്തിൽ ആരാധനയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും. ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നാം പിന്മാറ്റപ്പെട്ടപ്പോൾ നമ്മുടെ ഭവനങ്ങളുടെ ഇന്നത്തെ അവസ്ഥകൾ എന്ത്? നമ്മുടെ തലമുറകളുടെ ഇന്നത്തെ മനോഭാവങ്ങൾ എന്ത്? നമ്മുടെ മക്കൾ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? നാം ചിന്തിക്കേണ്ടതായ കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാധന ദൈവത്തിന് സമർപ്പിക്കുന്ന സമ്മാനം, ആരാധന ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയായി അർപ്പിക്കുന്ന യാഗം. ഈ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ സൃഷ്ടിതാവായ ദൈവത്തിന്റെ മുൻപാകെയുള്ള സമർപ്പണമാണ് ആരാധന. ഓടി വന്ന് അല്പം ഇരുന്ന് ചുറ്റുമുള്ളവരുടെ മുമ്പിൽ ഞാനും വന്നു എന്ന് കാണിക്കുന്നതല്ല ആരാധന. ദൈവസന്നിധിയിലുള്ള സമ്പൂർണമായ സമർപ്പണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനാ ജീവിതം നാം വിപുലമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ ആരാധനാ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ആരാധന എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ദൈവാലയത്തിൽ ഓടും, തോന്നുന്ന സമയത്ത് കയറി വരും, പകുതി ആരാധനയാകുമ്പോൾ ഏതൊരു മനസാക്ഷി കിട്ടുന്നില്ലാതെ ദൈവസന്നിധിയിൽ നാം ഇറങ്ങിപ്പോകുന്നത് എന്ന ചിന്ത പോലുമില്ലാതെ നേരെ ഇറങ്ങിപ്പോകും. എന്നാൽ പ്രിയമുള്ളവരെ, ഇതല്ല ആരാധന. ആരാധന ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ആരാധന ജീവിതങ്ങൾ ഒന്ന് വിപുലീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആരാധനയ്ക്ക് എന്തെങ്കിലും വളർച്ചയുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനാ ജീവിതങ്ങളിൽ എന്തെങ്കിലും വളർച്ചകൾ ഈ നാളുകളിലുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾ വളരണമെന്ന് നാം ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും വളരണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആരാധനകൾ വളരേണ്ടതായിട്ടുണ്ട്. ആരാധനകൾ വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട്. ആരാധനയ്ക്കായി സമയം നിർമ്മിക്കുക. പ്രിയമുള്ളവരെ, ആരാധനയ്ക്കായി സമയം നിർമ്മിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന അനുഭവം. ഇന്നെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാമെന്ന് പറയുന്നവർ അനേകരെ ഞാൻ കാണുകയാണ്. ഓടുകയാണ് അധ്വാനിക്കുവാൻ. രാത്രിയെന്നോ പകലെന്നോ സമയം കണ്ടെത്തി പാതിരാത്രികളിൽ അധ്വാനിക്കുന്നവരുണ്ട്. പോയിട്ട് പകലും അധ്വാനിക്കുന്നു, വൈകുന്നേരങ്ങളിലും അധ്വാനിക്കുന്നു. അധ്വാനശീലം നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാറ്റിനും ഉപരി സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ നാം സമയം നിർണ്ണയിക്കുക. ദൈവവചനം പഠിപ്പിക്കുന്നത് 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേല ഒക്കെയും ചെയ്യുക, 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തെ ആരാധിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം ഞാൻ നിങ്ങളും. ദൈവാലയത്തിൽ ആരാധനയ്ക്ക് വേർതിരിക്കപ്പെട്ട സമയം അത് ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയമായി നാമും വേർതിരിക്കണം. അവിടെയാണ് ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ള സമർപ്പണങ്ങളുടെ മധ്യത്തിലാണ് ദൈവത്തിൽ നിന്നും വൻകാര്യങ്ങൾ നാം പ്രാപിക്കുന്നത്. ആരാധനയ്ക്കായി വേർതിരിക്കപ്പെട്ട സമയം പ്രിയമുള്ളവരെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞായറാഴ്ചകളിൽ ഒരു മാറ്റവുമില്ല. എല്ലാ ഞായറാഴ്ചകളിലും കൃത്യം
മണിക്ക് 8 മണിക്ക് ആരാധന ആരംഭിക്കും. എന്നാൽ നമുക്ക് മാത്രമാണ് ഒഴികഴിവുകൾ. ഇന്ന് ആരാധനയുടെ പകുതി ഭാഗം കഴിഞ്ഞപ്പോഴും വേദഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോഴും അതേ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നവരെ ഞാൻ കണ്ടു. ഇവിടെ ആരാധനയിലുള്ള നമ്മുടെ മനോഭാവം എന്താണ്? നമ്മെ സൃഷ്ടിച്ചവൻ, നമുക്ക് ഈ ആരോഗ്യവും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവൻ, ആ ദൈവത്തിന്റെ സന്നിധിയിലുള്ള സമ്പൂർണ്ണ യാഗമാണ്, സമർപ്പണമാണ്, ദൈവത്തിന് നൽകുന്ന സമ്മാനമാണ്. ആ ദൈവസന്നിധി വരെ എത്തുന്ന തീർത്ഥാടനമാണ് ആരാധന. അതെപ്പോഴെങ്കിലും കയറി വന്ന് അലക്ഷ്യമായി ദൈവത്തെ ആരാധിക്കുന്നവനല്ല അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. പിന്നെയോ ആരാധിക്കുവാൻ ഒരുക്കമുണ്ടായിരിക്കണം, ആരാധിക്കുവാനുള്ള സമയം വേർതിരിക്കണം. ദൈവാരാധനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന സമയം മറ്റെല്ലാ കാര്യങ്ങളും നാം ഉപേക്ഷിക്കണം. പ്രിയമുള്ളവരെ, തൊഴിൽ ചെയ്യുവാൻ സമയം വേർതിരിക്കുവാൻ നമുക്കറിയാം, എന്റർടൈൻമെന്റുകൾക്ക് സമയം വേർതിരിക്കുവാൻ നമുക്കറിയാം, സ്പോർട്സ് കാര്യങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കുവാൻ നമുക്കറിയാം. ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ദൈവാലയത്തിൽ വേർതിരിച്ചിരിക്കുന്ന സമയം നമുക്കറിയാം. എങ്കിലും എത്ര പറഞ്ഞാലും ഞാൻ ഇങ്ങനെ വരും. ഇന്ന് ഞാൻ കണ്ടു അങ്ങനെ ഒരു കുടുംബത്തെ. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ വരും എന്ന് പറയുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഒരുക്കമുള്ള ആരാധന. നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്ക് സമയം വേർതിരിക്കുക. എല്ലാ ദിവസങ്ങളിലും കുടുംബ പ്രാർത്ഥന ഒരു ആരാധനയാണ്. എല്ലാ ദിവസങ്ങളിലും അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുക. എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ദൈവാലയത്തിൽ വേർതിരിക്കപ്പെട്ട സമയം നാം വളരെ വിലപ്പെട്ടതായി കാണുകയും ആ സമയത്തിന് വേണ്ടി ഒരുങ്ങുകയും അതിനു മുന്നമേ ദൈവാലയത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക. അങ്ങനെ വളരെ വിലയേറിയ ആരാധനയിലൂടെ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് കഴിയും. നിസ്സാരമായിട്ടല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. സർവചരാചരങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതീക്ഷ അർപ്പിച്ചു. പ്രിയമുള്ളവരെ, അനേക പ്രതീക്ഷകളാണ് നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, ഉപജീവനമാർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ. ഇങ്ങനെയുള്ള പ്രതീക്ഷകളോടെ ജീവിക്കുമ്പോൾ നാം ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ പ്രതീക്ഷകൾ സഫലീകൃതമാകുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മിഷണറി വീരനായിരിക്കുന്ന വില്യം കേറി ഇപ്രകാരം പറഞ്ഞു: ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവിൻ, ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് ദൈവത്തെ ആരാധിക്കുക, ആരാധിക്കുവാനുള്ള സമയം വേർതിരിക്കുക. വേർതിരിക്കപ്പെട്ട സമയം ദൈവത്തെ ആരാധിക്കുവാൻ മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് മതി നമ്മുടെ അധ്വാനങ്ങൾ. അങ്ങനെയുള്ള അധ്വാനങ്ങൾ നിലനിൽക്കും. അങ്ങനെ അധ്വാനിക്കുന്ന ശരീരങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും. അങ്ങനെ അധ്വാനിക്കുന്നവർക്ക് അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുവാനും കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രിയമുള്ളവരെ, ദൈവിക ആരാധനകളിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഒരുക്കത്തോടെ ദൈവത്തെ ആരാധിക്കുക, സമ്പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുവാൻ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ നാം ദൈവത്തെ ആരാധിക്കുവാൻ ആ സമയം വേർതിരിക്കുക. ആ സമയം തൊഴിലിന് വേണ്ടി ഓടരുത്. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ സമയം നാം ആരാധിക്കുക. അങ്ങനെ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വ്യാപരിക്കുന്നത്. ആരാധനാ ജീവിതം വിപുലമാക്കിയാൽ രോഗങ്ങൾ മാറും, വേദനകൾ മാറും, നിരാശകൾ മാറും, കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും, തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടും, തൊഴിലുകൾ നമുക്ക് ലഭിക്കും. അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം സാധ്യമാക്കുന്നത് അത്ഭുതകരമായ അനുഭവങ്ങളോടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ട് കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആരാധന വൃഥാവിലാക്കരുത്, നിസ്സാരമായി ദൈവത്തെ ആരാധിക്കരുത്. ദൈവാലയ
ദൈവാലയത്തിനകത്ത് കയറി മൊബൈൽ ഉപയോഗിക്കരുത്. ദൈവാലയത്തിനകത്തിരിക്കുമ്പോഴുള്ള നമ്മുടെ മനോഭാവം സമ്പൂർണ്ണ സമർപ്പണവും വിനയപ്പെടലും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൈവസന്നിധി വരെ എത്തുന്ന ഒരു തീർത്ഥാടനത്തിലൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുക. അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആരാധനയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവർ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ്. ചിലരൊക്കെ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വിശ്വാസത്തോടെ ആര് പ്രാർത്ഥിച്ചാലും ആരാധനയിലൂടെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കും. ഒരനുഭവം നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിന്റെ വർധനയ്ക്ക് വേണ്ടി പറയുവാനുള്ള ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ സംഘടനകളുടെ തിരഞ്ഞെടുപ്പ് കാലഘട്ടം സൺഡേ സ്കൂളിന്റെ സെക്രട്ടറിയായി ആരെങ്കിലും നിയോഗിക്കണമെന്ന് പലരെയും സന്ദർശിച്ചു. പലരും ഒഴികെട്ടുകൾ പറഞ്ഞു, ഞാനില്ല. അവസാനം ഞാനും സഭാ സെക്രട്ടറി ശ്രീ ഷൈനുമായിട്ട് നമ്മുടെ ശ്രീമതി ജയയെ ഒന്ന് സമീപിച്ചു. ജയോട് ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: അതെ, നീ സൺഡേ സ്കൂൾ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുമ്പോൾ നിനക്ക് ഗവൺമെന്റ് തലത്തിൽ ഒരു അധ്യാപികയായി പ്രവേശിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതേ പ്രേമങ്ങൾ ഇപ്പോൾ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് സത്യവുമാണ്. എന്നാൽ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവം. ഒരു ഉപജീവനത്തിന് വേണ്ടി കണ്ണീരോട് പ്രിയമകൾ പ്രാർത്ഥിച്ച് സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ജയ എന്ന ഒരു പേര് പറയുമ്പോൾ നമ്മുടെ ആരാധനാലയത്തിൽ അമ്മമാരുടെ ശബ്ദം നിലവിളിയായി ഉയർന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയാണ് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. പ്രിയമകൾക്ക് ഒരു ജോലിയുടെ ആദ്യപടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നാം ചിന്തിക്കണം, മാതാപിതാക്കൾ മക്കളെ ദൈവാലയത്തിലേക്ക് അയക്കാതെ വിദ്യാലയങ്ങളിലേക്ക് ട്യൂഷന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തങ്ങളുടെ മക്കളെ ഒന്ന് പറഞ്ഞയച്ച് ആരാധന ജീവിതം വിപുലീകരിക്കുന്നുവെങ്കിൽ എന്നുകൂടെ പറയട്ടെ. രോഗം മാറും, വേദന മാറും, നിരാശകൾ മാറും, കുടുംബം അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും, തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അസാധ്യമായ കാര്യങ്ങളെല്ലാം സാധ്യമാകും. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആലയത്തിൽ ഏകദേശം 60-ൽ പരം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്ന ഒരു ഇടവകയാണ്. ഇന്ന് നാം ഇവിടെ എത്തി നിൽക്കുന്നു. നമ്മുടെ ദൈവിക അനുഗ്രഹങ്ങൾ അവിടെ എത്തി നിൽക്കുന്നു. നാം ഇത് കൈകാലം അടിക്കുകയാണ്. അധ്വാനിക്കുവാൻ വേണ്ടി ദൈവിക ആരാധനകളെ പോലും മറന്നുകൊണ്ടോടുന്നു. എവിടെ എത്തി നിൽക്കുന്നു അനുഗ്രഹങ്ങൾ? ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ വേർതിരിക്കപ്പെട്ട സമയങ്ങൾ ദൈവത്തെ ആരാധിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. 2, ദൈവത്തിന്റെ നിസ്തുല്യത തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിന്റെ നിസ്തുല്യത, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, മനുഷ്യന് ദൈവത്തിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ആരാധന. ദൈവം ആരാണ്? ഈ അഖിലാണ്ടത്തെയും സകലചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഒതുക്കുവാനായിട്ട് കഴിയുമോ? നമ്മുടെ ബുദ്ധിക്കും അപ്പുറമാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ആ ദൈവത്തെ ആരാധിക്കുന്ന നാം ദൈവത്തിന്റെ നിസ്തുല്യത മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ നാം വിനയപ്പെടണം. ദൈവസന്നിധിയിൽ മനുഷ്യന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണല്ലോ ആരാധന. ആ ആരാധന എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയല്ല. എല്ലാവരും ചിന്തിക്കണമേ, നാം ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയല്ല. അതൊരു പ്രവൃത്തിയാകുമ്പോഴാണ് അനരജൽപനമായി മാറുന്നത്, യാന്ത്രികമായി മാറുന്നത്, ഉള്ളിൽ തട്ടാതെ നാം ദൈവത്തെ ആരാധിക്കുന്നത്. എന്നാൽ നാം ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് സൃഷ്ടിതാവായ ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവമായിരിക്കണം എന്നുള്ളതാണ്. ആരാധന നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു മനോഭാവമായി മാറണം. ആരാധനയിലൂടെ നമ്മുടെ മനോഭാവം എന്താണ്? ഇന്ന് പലപ്പോഴും ആരാധനയിൽ നമ്മുടെ മനോഭാവങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കപ്പെടുന്ന, എങ്ങനെയെങ്കിലും ഒക്കെ കടന്നു വരുന്ന, ആരാധനയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്.
എന്നാൽ ഈ ആരാധനയിലുള്ള നമ്മുടെ മനോഭാവം സർവശക്തനായ ദൈവത്തെ താഴ്മയോടെ വിനയത്തോടെ ആരാധിക്കുക എന്നുള്ളതാണ്. സർവശക്തനും സർവവ്യാപിയുമായ ദൈവം, ആ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമായിരിക്കുന്ന ഞാൻ, എന്റെ മനോഭാവം എന്ന് പറയുന്നത് താഴ്മയുടെ ഭാവമായിരിക്കണം, വിനയത്തിന്റെ ഭാവമായിരിക്കണം. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവജനമേ, ദൈവാലയത്തോടുള്ള നമ്മുടെ മനോഭാവങ്ങൾ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നമ്മുടെ മനോഭാവം പ്രകടമാക്കുന്നതായിരിക്കണം നമ്മുടെ ശരീരഭാഷകൾ. ദൈവസന്നിധിയിൽ നമ്മുടെ മനോഭാവം പ്രകടമാകുന്നതായിരിക്കണം നമ്മുടെ ശരീരഭാഷകൾ. ദൈവസന്നിധിയിൽ അത് നാം എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? ദൈവം ആരാണ്, ദൈവം എന്താണ് എന്നുള്ള ചിന്തകൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോഴേ ആ ദൈവസ്ഥാനത്തിൽ നാം എങ്ങനെ ആയിരിക്കണം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അത് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ ദൈവത്തെ ആരാധിക്കുക. നാം ഇത് പാഠമായി വായിച്ച 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ശലോമോൻ ആകാശത്തിലേക്ക് കൈ മലർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 31 കുമ്പിട്ട് നമസ്കരിച്ച് ദൈവത്തെ ആരാധിച്ചു. സങ്കീർത്തനം 63:4 കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ചു. സങ്കീർത്തനം 95:6 മുട്ടുകുത്തി ദൈവത്തെ ആരാധിച്ചു. ദാനിയേൽ 6:10 മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എബ്രായർ 9:5 മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ മനോഭാവമാണ്. ഈ മനോഭാവം എന്ന് പറയുന്നത് വിനയത്തിന്റെ, താഴ്മയുടെ, സമ്പൂർണമായ കീഴടങ്ങലിന്റെ, എന്റെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഏതുമില്ലാത്തവൻ, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമേ എന്ന നിലവിളിയാണ് പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് നിസ്തുല്യനായ ദൈവത്തിന്റെ സന്നിധിയിലുള്ള നിലവിളിയും കരച്ചിലുകളുമാണ്. ഇത് പ്രവൃത്തിയല്ല, മനോഭാവമാണ്. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് ഉണർന്നു വരുന്ന, അത് നിന്നെ നീ ആരാണെന്ന ബോധ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട്, അനുദപിച്ചുകൊണ്ട്, സമ്പൂർണമായി തന്നെ കീഴ്പ്പെടുത്തി സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന സൗരഭ്യവാസനയുള്ള യാഗമാണ് ആരാധന. ആ ആരാധനയിൽ നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ശരീരഭാഷകൾ ദൈവസന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക, വിനയപ്പെടുക, കുമ്പിട്ട് നമസ്കരിക്കുക, കരങ്ങൾ ഉയർത്തി നിലവിളിക്കുക, മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുക, മുഴങ്കാൽ മടക്കി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അതെങ്കിൽ നമ്മുടെ ആരാധനകളിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് കഴിയും. ദൈവസന്നിധിയിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഏതുമേയല്ല. ഞാനില്ലെങ്കിൽ മറ്റൊരു വ്യക്തി എന്റെ സ്ഥാനം ഏറ്റെടുക്കും. പ്രിയമുള്ളവരെ, ദൈവാലയത്തിൽ പലരും ചിന്തിച്ചു ഞാനില്ലെങ്കിൽ ദൈവാലയമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മണ്ടത്തരം, ഞാനല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ദൈവം അവിടെ ആക്കും. ഞാനെന്ന് പറയുന്ന വ്യക്തി ദൈവസന്നിധിയിൽ യാതൊരുമേയല്ല. എന്നാൽ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മഹത്വത്തിനാണ് പ്രധാനം. ദൈവസന്നിധിയിൽ മനുഷ്യന്റെ ശരീരഭാഷ വിനയത്തിന്റെ, താഴ്മയുടെ, സമ്പൂർണമായ വിനയപ്പെടലിന്റെ അനുഭവമായിരിക്കണം. സമയം അതിവേഗം കടന്നു പോകുന്ന ഒരു ചിന്ത കൂടെ വച്ച് ഞാനിത് പ്രസംഗത്തിന് വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ ചിന്ത, നമ്മുടെ ജീവിതത്തിലെ ആഴമേറിയ സത്യങ്ങൾ തുറന്നു പറയുന്ന ഇടമാണ് ആരാധന. നമ്മുടെ ജീവിതത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ തുറന്നു പറയുന്ന ഇടമാണ് ആരാധന. പണ്ടൊരു പാട്ടുണ്ട്, മുഖമെന്ന് പറയുന്നത് മനസ്സിന്റെ കണ്ണാടി. ഇന്ന് ആ വാക്യം അന്വർത്ഥമാണ്. മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മനസ്സുകളെ മറച്ചു പിടിക്കുന്ന ആധുനിക മനുഷ്യൻ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ മനസ്സുകളെ മറച്ചു പിടിക്കുവാൻ കഴിവുള്ളവരാണ് ഞാൻ നിങ്ങൾ.
അഭിനയിക്കുവാൻ കഴിവുള്ളവർ. അടുത്ത കാലത്ത് ഒരു വ്യക്തി പറഞ്ഞത് ക്രിസ്ത്യാനികളാണ് ഏറ്റവും നല്ലവണ്ണം അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. ദൈവാലയത്തിൽ ഒരു മുഖം, തൊഴിലിടത്തിൽ മറ്റൊരു മുഖം, ലാഭം കൊയ്യുന്ന ഇടത്ത് മറ്റൊരു മുഖം, കുടുംബത്തിൽ മറ്റൊരു മുഖം, ഇങ്ങനെയുള്ള അഭിനയം. എന്നാൽ ദൈവാലയത്തിൽ ഏതൊരു അഭിനയവും നിലനിൽക്കുന്നതല്ല. നീ എത്ര തന്നെ അഭിനയിച്ചാലും നിന്റെ മനസ്സറിയുന്നവനാണ് ദൈവം. അപ്പോൾ ഹൃദയത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ തുറന്ന് പറയേണ്ട ഒരിടമാണ് ദൈവാലയം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ ശലോമോന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: എന്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന്. ഇപ്പോൾ ആരാധന എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള നിലവിളിയും കരച്ചിലുകളുമാണ്. ദൈവസന്നിധിയിൽ കടന്നു വന്ന് വായ്പൂട്ടിയിരിക്കുന്നതല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള കരച്ചിലും നിലവിളിയും, അതായത് മനസ്സിന്റെ ഭാവം, മനോഭാവമാണ്, പ്രവൃത്തിയല്ല. നിന്റെ മനസ്സിന്റെ ഭാവങ്ങൾ ഇറക്കി വയ്ക്കുന്ന ഒരിടമാണ് ആരാധനയിടം. അവിടെ തുറന്ന് പറയുന്ന, ദൈവസന്നിധിയിൽ തുറന്ന് സമ്മതിക്കുന്ന, ഞാൻ ആരാണെന്ന് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ തുറന്ന് സമ്മതിക്കുന്നവരിടമാണ് ആരാധന. നമ്മിൽ പലരും സമ്മതിക്കാറുണ്ടോ? കുടുംബത്തിൽ ഞാൻ ആരാണെന്ന് സമ്മതിക്കാറുണ്ടോ? സമൂഹത്തിൽ നിന്റെ വ്യക്തിത്വം നീ സമ്മതിക്കാറുണ്ടോ? മക്കളുടെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താറുണ്ടോ? എന്നാൽ നീ വെളിപ്പെടുത്തിയാലും ഇല്ല എങ്കിലും ദൈവാലയത്തിൽ നീ ആരാധനയ്ക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെങ്കിൽ നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ സത്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് അത് യഥാർത്ഥ ആരാധനയാകുന്നത്. ആ തുറന്നു പറച്ചിലാണ് കരച്ചിലും നിലവിളിയും. അത് പ്രവൃത്തിയല്ല, മനസ്സിന്റെ ഭാവമായി മാറണം. ദൈവാലയത്തിൽ ശലോമോൻ ദൈവാലയം പ്രതിഷ്ഠിച്ച് ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ആരാധനയിൽ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ എത്ര പേർ ഒന്ന് അധരം തുറന്നു? എത്ര പേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇറങ്ങി ഓടി? എത്രയോ പേർ ആരാധനയിലേക്ക് ഒരു മനസ്സാക്ഷി കുറ്റമില്ലാതെ കയറി വന്നു? പ്രിയമുള്ളവരെ, ആരാധന ദൈവസന്നിധിയിലുള്ള നമ്മുടെ മനോഭാവം പ്രകടമാക്കുന്ന ഇടം, അത് സത്യങ്ങൾ തുറന്നു പറയുന്ന ഇടം, ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനും കരയുവാനുമുള്ള ഇടം. ഇന്ന് നമുക്ക് കരച്ചിൽ വരുന്നില്ല. കാരണം പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല, സമ്പന്നതയാണ്, മോടിയായ വസ്ത്രങ്ങളുണ്ട്, സഞ്ചരിക്കുവാൻ നല്ല വാഹനങ്ങളുണ്ട്, ബഹുവിധ കെട്ടിടങ്ങളുണ്ട്. ഒരു തലമുറ മുന്നിലോട്ട് പോകണം. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദൈവാലയത്തിൽ കരഞ്ഞ് നിലവിളിച്ചവരുടെ മക്കളാണ് ഞാനും നിങ്ങളും. പട്ടിണി കിടന്നുകൊണ്ട് എന്റെ മക്കൾക്ക് എങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ കഴിയുമെന്ന് നിലവിളിച്ച മാതാപിതാക്കൾ. അവരുടെ മനോഭാവമായിരുന്നു പ്രിയപ്പെട്ടവരെ നിലവിളിയും കരച്ചിലും പ്രാർത്ഥനയും. അതാണ് ഹൃദയം തുറന്നുള്ള ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വത്തോടെയുള്ള നിലവിളിയാണ് ആരാധന എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥ തുറന്നു വയ്ക്കുന്ന ഇടം ആരാധനയിടമാണ്. മറ്റുള്ള എല്ലാ ഇടങ്ങളിലും നാം അഭിനയിക്കും. ഇവിടെ അഭിനയങ്ങളൊന്നുമില്ല പോകുന്നത്. ദൈവം നിന്നെ കാണുകയാണ്. നിന്റെ മുഖമല്ല, നിന്റെ മനസ്സ് കാണുകയാണ് ദൈവം. അത് നിന്റെ ഉള്ള അവസ്ഥ മനസ്സിലാക്കുന്ന ദൈവം. ആ ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം കരയുക, അതാണ് ആരാധന. ഇന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ പകുതി പേർ ദൈവാലയത്തിലും, പകുതി പേർ വഴികളിലും, പകുതി പേർ ദൈവാലയത്തിന് പുറത്തും. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതാണ് സ്തോത്ര പ്രാർത്ഥന. എത്ര പേർ പ്രാർത്ഥിച്ചു? മനസ്സിന്റെ സങ്കടങ്ങളും വേദനകളും ഇറക്കി വയ്ക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇന്ന് കമന്നിരുന്ന് നിസ്സംഗതയോടുകൂടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരാണ് നമ്മൾ പലരും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തുതിച്ച് എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം കരയറ്റി എന്റെ മനസ്സിന്റെ സങ്കടങ്ങളും വേദനകളും ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. രോഗങ്ങളും ഭാരങ്ങളും, നമ്മെ വേദനിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളും, നമ്മെ അസ്വസ്ഥമാക്കുന്ന മനോഭാവങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് നാം പ്രാർത്ഥിക്കുക. യാന്ത്രികമല്ല,
ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ തലങ്ങൾ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. അവിടെ കരച്ചിലുണ്ട്, നിലവിളിയുണ്ട്, ഹൃദയത്തിന്റെ മനോഭാവമുണ്ട്. അവിടെ ദൈവം പ്രസാദിക്കുകയാണ്. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ആരാധന. ആരാധനയിലൂടെ ദൈവം വെളിപ്പെടുന്ന ദൈവിക സാന്നിധ്യമുള്ള ഇടമാണ് ദൈവാലയം. വേർതിരിക്കപ്പെട്ട സമയങ്ങളിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ദിവസം ദൈവാലയത്തിൽ ഒരുക്കത്തോടും ഈ സമയം ആരാധനയ്ക്കായി വേർതിരിക്കപ്പെട്ട് ദൈവസന്നിധി ആരെല്ലാം കടന്നു വരുന്നുവോ അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. ആരാധനയിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. ഒരുക്കമുള്ളവരായി, സമയം വേർതിരിക്കുന്നവരായി, ദൈവസന്നിധിയിൽ നമ്മുടെ മനസ്സുകളെ തുറന്നു വെച്ച്, നമ്മുടെ മനോഭാവങ്ങളെ തുറന്നു വെച്ച് നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കും. നാം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നാം അസാധ്യങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി തരും. അതിന്റെ സാക്ഷ്യം നമ്മുടെ സഭയിൽ നാം ഇന്ന് കണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം വിനയമുള്ള മനോഭാവത്തോടെ ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.